ശരിക്കും നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഒരു ദിവസം ഒരാൾക്ക് ഒരു ആവശ്യമായ ഉപ്പിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 gram ആണ്. അപ്പോൾ അമിതമായ ഉപ്പ് ശരീരത്തിലേക്ക് കയറിയാൽ അല്ലെങ്കിൽ സോഡിയം ശരീരത്തിലേക്ക് വന്നാൽ എന്താണ് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അമിതമായ സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് നഷ്ടപ്പെടും. അപ്പൊ ശരീരം അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി കുറച്ച് സോഡിയം നമ്മുടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയും. ഈ പുറത്തേക്ക് കളയുന്നതിന്റെ കൂട്ടത്തിൽ കാൽസ്യം കൂടി ശരീരം പുറത്തേക്ക് കളയും. അപ്പൊ അമിതമായ സോഡിയത്തിന്റെ ഇൻടേക്ക് കാൽഷ്യത്തിന്റെ കുറവിന് കാരണമായി തീരും. നമുക്കറിയാം കാൽഷ്യമാണ് ബോണിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. അപ്പൊ ഇത് നഷ്ടപ്പെടുന്നത് വഴി നമുക്ക് അകാലനരയും മുടികൊഴിച്ചിലും കാരണമായി തീരും. അതേപോലെ തന്നെ അമിതമായ സോഡിയം ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ സോഡിയം ഹെയർ ഫോളിക്കിൾസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങോട്ടേക്കുള്ള ന്യൂട്രിയൻസിന്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അത് മുഖേനയും നമുക്ക് അകാലനരയും മുടികൊഴിച്ചിലും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ട് അല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദം അമിതമായ ഉപ്പിന്റെ ഉപയോഗം മുടികൊഴിച്ചിലും അകാലനരയ്ക്കും കാരണമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടല്ല ഇത് മനസ്സിലാക്കിയത്. പക്ഷെ ഒരുപാട് ആളുകളിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ഇത് അന്നത്തെ ആചാര്യന്മാരത് മനസ്സിലാക്കി അത് പുസ്തകങ്ങളിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്.